ഹായ് കൂട്ടുകാരെ, എല്ലാവരും സ്കൂളിൽ പോകാനൊക്കെ റെഡിയായിരിക്കുകയാണ് അല്ലേ? പഴയ കൂട്ടുകാരെ കണ്ടും പുതിയ കൂട്ടുകാരുമായി കൂട്ടുകൂടി കളിച്ചിരികളുമായി ഒരു പുതിയ അധ്യയന വർഷത്തെ സ്വീകരിക്കാൻ തയ്യാറാവുന്ന നമ്മൾ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായി പോകുന്ന നമ്മളെ കുളിപ്പിക്കാൻ മഴക്കാലം പതിവ് പോലെ തന്നെ എത്തിയിട്ടുണ്ട്. മഴക്കാലം രോഗകാലമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് രോഗം വരാതെ സൂക്ഷിക്കണം. ഈ സമയത്തെ പ്രധാന വില്ലന്മാർ കൊതുകും എലിയുമാണ്. കൊതുകും കൂത്താടിയും വളരാനുള്ള എല്ലാ സാഹചര്യവും നമുക്ക് ഇല്ലാതാക്കണം. അതിനെന്തെല്ലാം ചെയ്യണമെന്നറിയണ്ടേ? പാത്രങ്ങളിലും ചിരട്ടകളിലും ചെടിച്ചട്ടികളിലുമൊക്കെ വെള്ളം കെട്ടി നിൽക്കാതെ നമുക്ക് സൂക്ഷിക്കാം. കിണറുകളിലും ഫിഷ് ടാങ്കുകളിലും മറ്റും കൂത്താടിയെ ഭക്ഷിക്കുന്ന ഗപ്പി, ഗംബൂസിയ തുടങ്ങിയ മീനുകളെ നമുക്ക് നിക്ഷേപിക്കാം. ഉറങ്ങുമ്പോൾ കൊതുക് വല ഉപയോഗിക്കുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീടും പരിസരവും വൃത്തിയാക്കിക്കൊണ്ട് നമുക്ക് ഡ്രൈ ഡേ ആചരിക്കാം. മലിനജലം മാത്രമല്ല, ശുദ്ധജലവും കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. കൊതുകിനെയും കൂത്താടിയെയും നശിപ്പിക്കുന്നത് വഴി മലേറിയ, ഡെങ്കിപ്പനി, മലമ്പനി, മലേറിയ, ചിക്കൻ ഗുനിയ, മന്ത് തുടങ്ങിയ മാരകമായ പകർച്ചവ്യാധികളെ നമുക്ക് തടയാം. അടുത്തതായി എലിപ്പനിയെ എങ്ങനെ നേരിടാം എന്ന് നമുക്ക് നോക്കാം. എലിയുമായി നേരിട്ടോ അല്ലാതെയോ ഉള്ള സമ്പർക്കം ഒഴിവാക്കുക. അതായത് എലി വിസർജ്യം ഉണ്ടാകാൻ സാധ്യതയുള്ള വെള്ളം, ഭക്ഷണം ഉപയോഗിക്കരുത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കളിയരുത്, കുളിയരുത്, ഇറങ്ങരുത്, കഴുകരുത്. പാടത്തും പറമ്പിലും പണിയെടുക്കുമ്പോൾ കൈയുറയും കാലുറയും ധരിക്കുക. സാഹചര്യത്തിൽ ഡോക്ടറിനെ കണ്ട് പ്രതിരോധ മരുന്ന് വാങ്ങി കഴിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം കുടിച്ചുകൊണ്ട് മഞ്ഞപ്പിത്തത്തിനെ നമുക്ക് പ്രതിരോധിക്കാം. മറ്റൊരു പ്രധാന കാര്യം കൂട്ടുകാർ ഓർത്തിരിക്കണം. നമുക്കോ നമ്മുടെ വീട്ടിലുള്ളവർക്കോ എന്തെങ്കിലും അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ സ്വയം ചികിത്സിക്കരുത്. അതായത് പെട്ടെന്നുണ്ടാകുന്ന തീവ്രമായ പനി, കടുത്ത തലവേദന, കണ്ണുകൾക്ക് പിന്നിലും പേശികളിലും സന്ധികളിലുമുള്ള വേദന, മുഖത്തും നെഞ്ചിലുമുള്ള ചുമന്ന തടുപ്പുകൾ, ഓർക്കാനവും ഛർദിയും തുടങ്ങിയവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. ഇവ കണ്ടാൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഡോക്ടറുടെ സേവനം തീർച്ചയായും നേടണം. വിദ്യ പോലെ തന്നെ ആരോഗ്യവും നമ്മുടെ സമ്പത്താണ് എന്ന് എൻ്റെ കൂട്ടുകാർക്ക് അറിയാമല്ലോ. ഓർക്കുക, ഹെൽത്ത് ഈസ് വെൽത്ത്.